പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ നടന്ന ഹിജാബ് വിവാദം. അതിനെ തുടർന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രതികരണങ്ങൾ, ജനപ്രതിനിധികൾ നടത്തിയ പ്രതികരണങ്ങൾ, സ്കൂൾ മാനേജ്മെന്റ് നടത്തിയ പ്രതികരണങ്ങൾ, വലിയ രീതിയിലുള്ള ചില തിരിച്ചറിവുകൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നമുക്ക് നൽകുന്ന ഒരു സൂചന. ഈ ഒരു വിഷയത്തിൽ നിന്നും കേരളത്തിലെ ക്രൈസ്തവർ പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജിയനോടൊപ്പമുള്ളത് റോബിൻ ജോൺ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം വളരെയധികം ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ് നമ്മളിന്ന് നിലപാട് പ്ലാറ്റ്ഫോമിൽ ചർച്ചയ്ക്കെടുക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നടന്ന, എറണാകുളം ജില്ലയിലെ ആ സ്കൂളിൽ നടന്ന ഹിജാബ് വിവാദം, അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ വിവാദത്തിന് പിന്നിലെ അജണ്ടകൾ നമ്മൾ പലതവണ നമ്മുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ തുറന്നു കാണിച്ചതാണ്. അതായത് സ്കൂളിന് കൃത്യമായിട്ടുള്ള യൂണിഫോം സംബന്ധമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന അത്തരത്തിലുള്ള ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റുകൾ, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകൾ കൃത്യമായിട്ടുള്ള അവകാശങ്ങളും ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള അധികാരങ്ങളും കൊടുത്തിട്ടുണ്ട് സ്കൂളിൻ്റെ ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിലേക്കൊരു കടന്നുകയറ്റം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ആവശ്യത്തിലൂടെ ചില കൂട്ടർ ഉന്നയിക്കുന്നത്. അതിൻ്റെ പിന്നിൽ കൃത്യമായി നമുക്കറിയാം, നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഒരു പ്രശ്നവുമായി ഈ കുട്ടിയുടെ മാതാപിതാക്കളോടൊപ്പം വന്നത് SDP നേതാവാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, കൃത്യമായിട്ടുള്ളൊരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. മാത്രമല്ല, കോടതി വിധികൾ നിലവിലുണ്ട്. 2018 2022 ജോൺ അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കും. യൂണിഫോം സംബന്ധിച്ച കാര്യങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവകാശം അതായത് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കുണ്ട്. അപ്പോൾ ഒരു യൂണിഫോമിന് വിരുദ്ധമായിട്ട് ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള വസ്ത്രം ധരിച്ച് വരണം എന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് അത് അത്ര ഒരു നിഷ്കളങ്കമല്ല. മാത്രമല്ല, നമുക്കറിയാം, ആ കുട്ടി കഴിഞ്ഞ 4 മാസമായിട്ട് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആ സമയത്തൊന്നും ഈ ഹിജാബ് ധരിച്ച് വരുന്നില്ല. തുടക്ക സമയത്തുണ്ടായിരുന്നു. സ്കൂൾ മാനേജ്മെൻറ്റ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം അത് സംബന്ധിച്ച് കൊടുക്കുന്നു. പിന്നീട് ഒരു 4 മാസത്തോളം ഈ ഹിജാബ് ധരിച്ചു വരുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഹിജാബ് ധരിച്ചു വരണമെന്ന് ഇങ്ങനെ തോന്നുന്നത്. പിന്നെ അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അവിടെ ഉടലെടുക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ സംഭവങ്ങൾ, നമുക്കറിയാം, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് നമ്മൾ പലപ്പോഴും പല പ്ലാറ്റ്ഫോമുകളിലും പറയുന്ന സംഭവങ്ങൾ, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ നാം കണ്ടു അമൽജ്യോതി കോളേജ്, മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നിസ്കാര സമര വിവാദം, പൈങ്ങോട്ടൂർ സ്കൂളിൽ നടന്ന പ്രശ്നങ്ങൾ, വിവിധ കത്തോലിക്ക മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള വിവിധ നഴ്സിംഗ് കോളേജുകളിൽ നടന്നിട്ടുള്ള സമരങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ, മലബാറിലെ വിവിധ സ്കൂളുകളിൽ സമാനമായിട്ടുള്ള രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘടിത ശക്തികൾ ആസൂത്രിതമായി നടത്തുന്ന പ്രതിസന്ധികൾ, കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒരു സ്കൂളിൽ ID കാർഡിലെ വിശുദ്ധയുടെ പടം എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ് ലീഗുകാർ നടത്തിയ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടുള്ള സൂചനകൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് നൽകുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയത്തോട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, പ്രത്യേകിച്ച് ഭരണ നേതൃത്വത്തിലുള്ളവർ ഇതുവരെ പുലർത്തുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ നമ്മളിത് ചർച്ച ചെയ്യുന്ന ഇന്ന് ദിവസം രാവിലെ വരെ വിദ്യാഭ്യാസ മന്ത്രി അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് അതിവിചിത്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അതായത് ശിരോവസ്ത്രമിട്ട കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കരുതെന്നൊരു കുട്ടിയോട് പറഞ്ഞു എന്ന രീതിയിൽ ഇപ്പോഴും മാനേജ്മെൻറ്റ് സൈഡിലാണ് കുറ്റം എന്ന രീതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും പെരുമാറുന്നത്. ജോഷി മയ്യാറ്റിൽ ഇപ്പം അല്പം മുമ്പിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, എനിക്കൊന്ന് നമുക്ക് തന്ന ഇൻ്റർവ്യൂവിൽ അച്ഛൻ പറയുകയുണ്ടായി, SDPക്കാർ പറയുന്ന അതേ ഭാഷ തന്നെ മന്ത്രിയും പറയുന്നു എന്നൊരു ആരോപണവും അച്ഛൻ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ്, അതായത് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ, കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംഘടിതമായിട്ടുള്ള നീക്കങ്ങൾ അധിനിവേശ ശക്തികളുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള, നമുക്കറിയാം, അതിൻ്റെ പല സംഭവങ്ങളുടെയും പിന്നിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ വ്യക്തമാണ്, ഗുരുതരമായിട്ടുള്ള ഗൗരവമേറിയ മുന്നറിയിപ്പുകൾ ഇത്തരം സംഭവങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയ പോയിന്റ് അത് റോബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പുലർത്തുന്ന ആ ഒരു സമീപനം, അത് നമുക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത്, നമ്മളത് വിലയിരുത്തേണ്ടതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് തീവ്രവാദത്തിൻ്റെ വളരെ നീണ്ട ഒരു ചരിത്രമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചെറിയ നിഷ്കളങ്കമായ ഒരു സംസ്ഥാനമല്ല കേരളം. ചേകന്നൂർ മൗലവിയുടേത് അടക്കമുള്ള തീവ്രവാദത്തിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് വെളിയിൽ നടന്ന ചില കൊലപാതകങ്ങളുടെ അന്വേഷണം, തീവ്രവാദത്തിൻ്റെ അന്വേഷണം വന്ന് നിന്നത് കേരളത്തിലാണ് എന്നും കേരളം തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബായി മാറുന്നു എന്നുള്ള ആരോപണവും, രൂക്ഷമായ ആരോപണങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിൽ നേരിട്ടൊരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ വെറുതെ നിഷ്കളങ്കമായ ഒരു സംസ്ഥാനമല്ല കേരളം.
അപ്പോൾ അങ്ങനെയുള്ള ഒരു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രസ്താവന, ഇതുപോലുള്ള ഒരു പ്രസ്താവന, ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ, ഇന്ത്യ നിരോധിച്ച തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ പറഞ്ഞ പ്രസ്താവനകളെ അതേ വിലയ്ക്ക് എടുത്ത് വെച്ചിട്ട് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അത് അത്ര നിഷ്കളങ്കമല്ല. വളരെ കൃത്യം, അദ്ദേഹത്തിന് അത് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, സ്കൂളുകളിലെ യൂണിഫോമിനെ കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഇവിടെ നടന്ന കോടതി വിധികളെ കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, വളരെ കൃത്യമാണ്, വളരെ മനഃപൂർവ്വമാണ് അത് നടത്തിയത് എന്നുള്ളത് നമുക്ക് അത് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഒരു കാലത്ത് തീവ്രവാദ, ഇപ്പോൾ SDPI തീവ്രവാദ, ഈ PFIയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാന സംഘടനയാണത്. അതിനു മുൻപ് ഈ PFI എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഉണ്ടായതിൻ്റെ വലിയ ചരിത്രമുണ്ട്. അതിന് കമ്മ്യൂണിസ്റ്റുകാർ ഉത്തരവാദികളാണ്, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഉത്തരവാദികളാണ്. അവരുടെ എല്ലാം ഇപ്പോൾ തുടരുന്ന, ഇപ്പോൾ ഈ കാണിക്കുന്ന SDPIയുടെ ഈ നിലപാടിനോട് ഇപ്പോൾ കാണിച്ച, SDPI എന്ന പേര് പോലും എടുത്തു പറയാൻ കാണിച്ച പേടിയുണ്ടല്ലോ, ആ പേടി ഇവർ ഒരുപാട് കാലഘട്ടങ്ങൾ കാണിച്ചതിൻ്റെ ഫലമായിരുന്നു PFI എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘടന ഇവിടെ വളർന്നതും ആളുകളെ കൊല്ലാൻ പാകത്തിലേക്ക്, അവലും മലരും കുന്തിരിക്കം എന്ന് പറയുന്ന തലത്തിലേക്ക് ഇവിടെ വളരാൻ പാകത്തിൽ അവരെ വളർത്തിയത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, കോൺഗ്രസ് എന്ന് പറയുന്ന, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതിതീവ്രമായ മൗനത്തിൻ്റെ ഫലമായിരുന്നു അത് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം നമ്മൾ SDPI എന്തുകൊണ്ട് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പേരെടുത്ത് പറയാൻ പേടിക്കുന്നു എന്നുള്ളത്. എന്ന് വെച്ചാൽ അടുത്ത ഒരു വളർച്ചയിലേക്കുള്ള ചുവടുവെപ്പാണിതെല്ലാം. PFI എങ്ങനെ ഇവിടെ പടർന്ന് പന്തലിച്ചോ അതുപോലുള്ള മറ്റൊരു തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് പടർന്ന് പന്തലിക്കാനുള്ളതിൻ്റെ മൗന അനുവാദമാണ് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഇവിടെ വളർത്താൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടിയുള്ള ഒരു മൗന അനുവാദമാണ് ഈ കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ള ഏറ്റവും ഭീകരമായ വസ്തുത. ഇനി നമ്മൾ ക്രിസ്ത്യാനികൾ കൃത്യമായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സെൻട്രിസ്റ്റ് പൊളിറ്റിക്സ് ആണ്. ഈ പൊളിറ്റിക്സ് ക്രിസ്ത്യാനിറ്റിയെയും ഇസ്ലാമിനെയും രണ്ട് സൈഡിൽ നിർത്തുമ്പോൾ ഈ ഐഡിയോളജി, ഈ കോൺഗ്രസിൻ്റെ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഈ ഐഡിയോളജി പേറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നും ക്രിസ്ത്യാനിറ്റിയുടെ മുതുകത്ത് കയറാൻ ഇസ്ലാമിനെ അത് അനുവദിച്ചിട്ടേ ഉള്ളൂ. ആ രീതിയിൽ ഇപ്പം സെക്കുലറിസം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നും ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ നോക്കിയിട്ടേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അടുത്ത് നിന്നും ഈ കാര്യത്തിൽ എത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്നുള്ളത് ക്രിസ്ത്യാനികൾ ജാഗ്രതയോടെ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ പുറകിൽ നിന്ന് കുത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ മാത്രമേ ഇത് ശ്രമിച്ചിട്ടുള്ളൂ. അങ്ങനെ ലോകത്ത് എവിടെയെല്ലാം ഇത് ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കേരളത്തിൽ മാത്രം അതിനൊരു അപവാദം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും. കാരണം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജി എല്ലാ കാലത്തും ക്രൈസ്തവ വിരുദ്ധമാണ്. അതുമാത്രമല്ല, ക്രൈസ്തവരെ എല്ലാ കാലത്തും തകർക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഈ ഇടതുപക്ഷത്തിൻ്റെ ചുവട് പിടിച്ച് നിൽക്കുന്നവർ ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ക്രിസ്ത്യാനിറ്റിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ക്രിസ്ത്യാനികളുടെ മുതുകത്ത് കയറാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് എല്ലാവിധ അനുവാദങ്ങളും കൊടുത്ത്, അത് ബ്രിട്ടനിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും അങ്ങനെ ഇടതുപക്ഷം ഭരിക്കുന്ന എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും, അതുപോലെ അമേരിക്കയിൽ ഇപ്പോൾ ബൈഡന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് അത് സെൻട്രിസ്റ്റ് ആണ്, അത് കോൺഗ്രസിനോട് അനുഭാവം പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ ഇടതുപക്ഷം എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനികളെ തകർക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ മാത്രം ക്രിസ്ത്യാനിറ്റിയെ ഇവർ ഒന്ന് ചിരിച്ചു കാണിച്ചു എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ തകർക്കുക എന്നുള്ളത് ഇവരുടെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് ഇവർ പിന്മാറില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ടത്, ബുദ്ധിമുട്ട് വരുന്ന കാലഘട്ടത്തിൽ ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മളെ പുറകിൽ നിന്ന് കുത്തുകയും നമ്മളെ ഇല്ലായ്മ ചെയ്യാനും തകർക്കാനും ശ്രമിക്കുകയും ഇസ്ലാമിസ്റ്റുകളെ മാത്രം സപ്പോർട്ട് ചെയ്ത ചരിത്രം മാത്രമാണ് ഇവർക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ബൈബിളിൽ പറയുന്ന പോലെ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർപ്പങ്ങളെ പോലെ വിവേകികളും പാമ്പുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുക എന്നുള്ളത്. നമ്മൾ ആരെയും കൊല്ലാനോ വെട്ടാനോ ഒന്നും പോകുന്നില്ല, നമ്മൾ ആരുടെ മുതുകത്തും കയറാൻ പോകുന്നില്ല. നമ്മൾ എല്ലാവരോടും ക്രിസ്തുവിൻ്റെ സമാധാനം മാത്രമാണ്, സുവിശേഷം മാത്രമാണ് എല്ലാവരോടും പ്രസംഗിക്കുന്നത്. നമ്മുടെ സ്കൂളുകളും ആണെങ്കിലും നമ്മുടെ കോളേജുകളാണെങ്കിലും നമ്മുടെ ആശുപത്രികളാണെങ്കിലും എല്ലാം ആ രീതിയിൽ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സെൻറ്റ് റീത്ത സ്കൂളിലേക്ക് ഇവർ കടന്നു വന്നതുപോലെ
മറ്റൊരു സ്കൂളിലേക്കായിരുന്നു ഇവർ കിടന്ന് ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഡീല് ചെയ്യുന്ന രീതി എത്രത്തോളം വ്യത്യസ്തമായിരുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായ ജാഗ്രതയോടെ ഇരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മളെ സഹായിക്കാൻ പോകും. ഇനി അടുത്ത പ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഇത് തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, റോബിൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ജോൺ. അതായത് സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും. ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പല ക്രൈസ്തവ നാമധാരികളുടെയും ഭാഗത്തു നിന്ന് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വരുന്ന ഒരു ഇതുണ്ട്, ക്രിസ്തു കരുണയാണ് പഠിപ്പിച്ചത്, ഒന്ന് കരുണ കാണിച്ചുകൂടെ, അല്ലെങ്കിൽ വെറും കുറച്ച് തുണി കഷ്ണത്തിൻ്റെ പേരിൽ എന്തുകൊണ്ട് കുട്ടിയെ മാറ്റി നിർത്തും, ചേർത്ത് പിടിച്ചുകൂടെ എന്ന് ക്രൈസ്തവ നാമധാരികൾ പലരും പറയുന്നുണ്ട്. അവർ മുൻകാലങ്ങളിൽ ആരെയാണ് പിന്തുണച്ചിരുന്നത്, ഏത് ആശയക്കാരാണ് എന്നത് മറ്റൊരു കാര്യം. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ കരുണ കാണിക്കേണ്ട ബാധ്യത ക്രിസ്ത്യാനിക്ക് മാത്രമാണോ? അപ്പോൾ കരുണ തീർച്ചയായിട്ടും കാണിക്കണം, ക്രിസ്തു അത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ കരുണയിൽ വിവേകത്തിൻ്റെ ഒരു അംശം കൂടി വേണം. ഈ വിവേകമില്ലാതെ കരുണ കാണിച്ചതിൻ്റെ ഫലമാണെന്ന് യൂറോപ്പിലെ ക്രൈസ്തവ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കരുണ കാണിച്ചവരുടെ കരുണയിൽ കഴിയേണ്ട ഗതികേടിൽ നിന്ന് യൂറോപ്പിലെ ക്രൈസ്തവ സമുദായം അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾ നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ കരുണ കാണിക്കണം, പക്ഷേ അതിൻ്റെ അകത്ത് വിവേകത്തിൻ്റെ ഒരു അംശം കൂടി തീർച്ചയായിട്ടും വേണം. അങ്ങനെ വിവേകമില്ലാതെ ഇങ്ങനെ കരുണ കാണിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് കരുണ കാണിക്കാൻ ക്രൈസ്തവർക്ക് നിലനിൽപ്പില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. ലെബനോൻ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മധ്യപൂർവേഷ്യയിലെ പല രാജ്യങ്ങളും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ജോണിലേക്ക് വരുമ്പോൾ, ജോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിനെ തുടർച്ച, ഇവിടെ സിസ്റ്റേഴ്സ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഈ സ്കൂൾ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ തുടർന്ന് പഠിക്കുവാൻ ആ കുട്ടി തയ്യാറാണെങ്കിൽ ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളും തയ്യാറാണ്. എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും കൊടുത്ത് ആ കുട്ടിയുടെ ജീവിതത്തെ ഉന്നതങ്ങളിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിയിൽ നിർണായകമായിട്ടുള്ള സംഭാവനകൾ ചെലുത്തുവാൻ സ്കൂൾ തയ്യാറാണെന്ന് കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥാപനത്തിലായിരിക്കുമ്പോൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിയമങ്ങളും അതിൻ്റെ ചിട്ടവട്ടങ്ങളും കൃത്യമായിട്ട് അനുസരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ജോൺ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തികളായിക്കോട്ടെ, ഈ ഭരണഘടന എന്താണ്, ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്ക് രാജ്യം നൽകിയിരിക്കുന്ന അവകാശങ്ങൾ എന്താണ് എന്ന് അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണോ, അതോ ഈ മനസ്സിലാക്കിയിട്ടും അവർ ഈ അറിഞ്ഞ ഭാവം നടിക്കാത്തത് കൊണ്ടാണ്? എന്താണ് സംഭവിക്കുന്നത്? ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം ലോ പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും എല്ലാ ലോ പഠിച്ച വിദ്യാർത്ഥികൾ ഉണ്ടാവണമെന്നില്ല, പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഒരു മന്ത്രി ആയതുകൊണ്ടും അദ്ദേഹം ഇത് പഠിച്ചുള്ള കാരണമാണ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കുന്ന മൗലികാവകാശങ്ങൾ, അതായത് മതേതരത്വം അങ്ങനെയുള്ള മൗലികാവകാശങ്ങളുണ്ട്. മതസ്വാതന്ത്ര്യം ഒരു മൗലികാവകാശമാണല്ലോ. അപ്പോൾ അതിന് വില കൊടുക്കുന്ന ഒന്ന് ആർട്ടിക്കിൾസ് ഇവിടെ ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 25, അതായത് നമുക്ക് റിലീജിയസ് ഐഡൻറ്റിറ്റീസ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ. അതുപോലെ ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 19(1), അതുപോലെ തന്നെ ആർട്ടിക്കിൾ 14, ഇതൊക്കെ ഇൻഡിവിജ്വൽ സ്വാതന്ത്ര്യത്തിന് കൊടുക്കുന്ന മുൻഗണനയാണ്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം. സെക്യുലറിസം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാൻസിലുള്ള സെക്യുലറിസം അല്ല. നമ്മൾ ഇതിനെപ്പറ്റി സെക്യുലറിസത്തെ പറ്റി ഒരു ചെറിയ 1-2 സെൻറ്റൻസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഫ്രാൻസിൻ്റെയും ഇന്ത്യയുടെയും തമ്മിലുള്ള സെക്യുലറിസം തമ്മിൽ രണ്ടും വളരെ ഇരുട്ടും വെളിച്ചം തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇന്ത്യയിലുള്ള സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അത് മതനിരപേക്ഷതയാണ്, അല്ലെങ്കിൽ മതേതരത്വമാണ്. അതായത് ഒരു മതവും വേണ്ട എന്നുള്ളതല്ല, എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം. അതായത് പൊതുവിലായിട്ട് പ്രത്യേകിച്ചൊരു മതമില്ല, എന്നാലും എല്ലാ മതങ്ങൾക്കും അവരുടേതായ സ്വാതന്ത്ര്യം, റിലീജിയസ് പ്രാക്ടീസിന് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അതേസമയം ഫ്രാൻസിലെ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മതനിരാസമാണ്. അതായത് പബ്ലിക്കായിട്ടുള്ള അതുപോലെയുള്ള ക്രിസ്ത്യൻ ആയിട്ടുള്ള എല്ലാ ഐഡൻറ്റിറ്റീസ്, അല്ലെങ്കിൽ ഇസ്ലാമിക് എല്ലാ ഐഡൻറ്റിറ്റീസ് എടുത്തു മാറ്റുക എന്നുള്ളതാണ്. മതനിരാസം എന്നുള്ള വാക്കാണ് അവിടെ ഏറ്റവും. ആ സെക്യുലറിസം ഈ സെക്യുലറിസം തമ്മിൽ രണ്ടും ഫാർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ സെക്യുലറിസത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതിൽ മൈനോറിറ്റി റൈറ്റ്സിൽ മൈനോറിറ്റി ആയിട്ടുള്ള മാനേജ്മെൻറ്റ്, സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് ആർട്ടിക്കിൾ 30 ആണ് അതിൽ എടുത്തു പറയുന്നത്. ആ 30, അതായത് മൈനോറിറ്റി, ഇപ്പോൾ ക്രിസ്ത്യൻ സ്കൂളാണെങ്കിൽ ആർട്ടിക്കിൾ 30 അതിൽ 30(1) എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ക്രിസ്ത്യൻ സ്കൂളാണെങ്കിൽ അല്ലെങ്കിൽ ഏത് സ്കൂളാണോ ആ സ്കൂളിൽ അവരുടെ നിയമങ്ങൾക്കനുസരിച്ചാണ് അവിടെയുള്ള കുട്ടികളുടെ വസ്ത്രധാരണം വേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ക്രിസ്ത്യൻ സ്കൂളാണ്, അപ്പോൾ ക്രിസ്ത്യൻ സ്കൂളിൽ ഇപ്പോൾ ആർട്ടിക്കിൾ 30 പറയുന്നതാണ്, ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്കൂളാണെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളിൻ്റെതായ എല്ലാവിധ അവർക്ക് സാധിക്കുന്ന രീതിയിലുള്ള പ്രയർ രാവിലെ,
നടത്തുന്നതിൽ കുഴപ്പമില്ല. അതേസമയം അവരുടെ നമ്മളെ ക്രിസ്ത്യൻ സിമ്പിൾസ് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ID കാർഡിൽ ഒരു അൽഫോൺസാമയുടെയോ അല്ലെങ്കിൽ ക്രൂശ് രൂപം വധിക്കുന്നതിന് തെറ്റില്ല. അതേസമയം ഈ പറയുന്ന ഈ ചില ഈ വസ്ത്രധാരണങ്ങൾ, യൂണിഫോം എന്നുള്ള വാക്കിന് ഉദ്ദേശം എന്താണ്? ഒരാൾക്ക് ഒരു മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം എന്നുള്ള വാക്കിന് ഒരു തത്തുല്യമായ യൂസേജാണ് യൂണിഫോം. അതായത് ഒരു പ്രത്യേക ഒരു കൂടുതലോ കുറവോ, ഇപ്പോൾ പുലയനോ ഈ പറയുന്ന സവർണജാതിയോ അവർണജാതിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമോ ക്രിസ്ത്യനോ അങ്ങനെയുള്ളൊരു വേർതിരിവില്ലാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ളൊരു നീതി പങ്കുവെക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ് ഈ പറയുന്ന യൂണിഫോം. ഡിസിപ്ലിൻ്റെ ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല, അതിന് വ്യാഖ്യാനം ഇങ്ങനെയും കൂടി ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ പലർക്കും പല വേഷങ്ങളുണ്ടാകും. പക്ഷേ എല്ലാവർക്കും ഒരു തുല്യത എന്നുള്ളൊരു യൂസേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം എന്നുള്ളൊരു യൂണിഫോമിറ്റി എന്ന് പറയുമ്പോൾ പറയില്ലേ, ഒരു സ്കൂളിൽ യൂണിഫോമിറ്റി, അതിൻ്റെ ഒരു വേറൊരു വ്യാഖ്യാനം. മറ്റൊരു ഫസ്റ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. അപ്പോൾ ഈ ഒരു റൂളൊക്കെ ഒരു സ്കൂൾ, ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, അതായത് പബ്ലിക് മാനേജ്മെൻ്റ് അല്ല, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് എയ്ഡർ ആയാലും ശരി, അവർക്കത് ഫോളോ ചെയ്യാമെന്നാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ആർട്ടിക്കിൾ 30 പറയുന്ന, ആർട്ടിക്കിൾ 30, 31 പറയുന്ന ഉത്തരവ്. അതേസമയം ആർട്ടിക്കിൾ 25 പറയുന്നത് ഒരു കുട്ടിയാണ് ശരി, ആണാണ് ശരി, അവർക്ക് അവരുടെ റിലീജിയസ് ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചു വരാൻ തെറ്റില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആർട്ടിക്കിൾ 25 ആൻഡ് ആർട്ടിക്കിൾ 30 നമ്മളോട് വലിയൊരു ക്ലാഷാണ്. പക്ഷേ ഇതിന് 2018 നടന്നൊരു കേസ് എന്ന് പറയുമ്പോൾ, നമുക്ക് കേരളത്തിലുണ്ടായൊരു കേസാണ് തൻസ്മി ഫാത്തിമ എന്ന് പറഞ്ഞിട്ടൊരു ഇതുപോലൊരു കേസ് 2018 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോടതി വിധി പറഞ്ഞത് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിയമങ്ങൾക്ക് മുകളിലല്ല ഇവിടെ ഒരു പ്രത്യേക ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളൊരു മുറവിളി അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിന് ഒരു വസ്ത്രം ധരിച്ചു വേണം എന്ന് പറയുമ്പോൾ അത് അതിന് മുകളിലല്ല എന്ന് പറഞ്ഞാൽ 2018 വിധി കിടക്കുന്നുണ്ട്. അതേസമയം കർണാടകയിൽ 2022-23 ഇതുപോലൊരു സുപ്രീം കോടതി എന്തൊരു വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഇടപെടൽ തമ്മിൽ വിവിധ രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. 2 ജഡ്ജിമാർ, ഒരു ജഡ്ജി പറഞ്ഞത്, സുപ്രീം കോടതി ജഡ്ജി ഒരാൾ പറഞ്ഞു ഇങ്ങനെയാണ് 2022-23 സമയത്താണ്, ഒരാൾ പറഞ്ഞു ഇങ്ങനെയാണ് ആ കുട്ടി വേണമെങ്കിൽ ഹിജാബ് ധരിച്ചു വരാം. അതേസമയം വേറൊരു സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെ വരാൻ പാടില്ല, കാരണം സ്കൂളിൻ്റെ നിയമങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ടോട്ടലി നമുക്കത് പറയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, ഒരു സ്കൂളിൽ ഇപ്പോൾ ഈ കുട്ടി ഇപ്പോൾ ഹിജാബ് ധരിച്ചു വരണം എന്നാഗ്രഹിച്ചൊരു കുട്ടി ആദ്യം തന്നെ ഈ സ്കൂളിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സ്കൂളിൽ പോയത്. അപ്പോൾ സ്കൂളിലെ റൂൾസ് ആൻഡ് കോഡ് ആൻഡ് ഡെക്കോറം അതൊക്കെ വായിച്ചിട്ടായിരിക്കും, ഒരു പക്ഷേ അത് ഒപ്പിട്ടിട്ടായിരിക്കാം തീർച്ചയായിട്ടും എടുത്തത്. അങ്ങനെ ഒരു ഒപ്പിട്ടൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്കൂളിലെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് പോകാം. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു പ്രത്യേക ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ആ നയങ്ങളും പാലിക്കാൻ പറ്റില്ല, പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവിടെ ബഹളം ഉണ്ടാക്കാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നോട്ട്, അതൊരിക്കലും ഒരു എന്താ പറയുക, ഒരു മാന്യമായ മുതലെടുപ്പല്ല. ഇവർ ഈ മുസ്ലിം ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയോ, അതേസമയം ഹിന്ദു, വേറെ സിഖ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മതങ്ങളായിക്കോട്ടെ, അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും ഇതൊരു ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളുണ്ടല്ലോ, ഈ ഇസ്ലാമോഫോബിക് അങ്ങനെ യൂസേജ് അങ്ങനെ അല്ലെങ്കിൽ വർഗീയത കാണിക്കുക ഒന്നും ചെയ്യുന്നില്ല. ഇത് പറയുന്ന നിയമങ്ങൾ അനുസരിക്കുക. കാരണം ഒരു സ്കൂളിലൊരു നിയമം ഉണ്ടെങ്കിൽ അതനുസരിക്കുക എന്നുള്ളത് അല്ല ഇവരുടെ കുട്ടികളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിനിടയിൽ ഒരു ഹിജാബ് ധരിച്ചു വരണം, ഞങ്ങളുടേതായ ഒരു നിയമമുണ്ട്, ഞങ്ങളുടെ നിയമമാണ് അതിനേക്കാളും വലുതെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ നേരത്തെ നമ്മൾ മിസ്റ്റർ റോബിൻ പറഞ്ഞ പോലെ നിഗൂഢമായ അജണ്ടകളുടെ പിന്നിലുള്ള ഒരു എന്താ പറയുക അതിക്രമമാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനേക്കാളും വലുതാണ് ഞങ്ങളുടെ നിയമങ്ങൾ, ഞങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്ന് വരുന്നെങ്കിൽ അവരെന്തൊക്കെയോ കരുതി കൂട്ടി വരികയും അങ്ങനെയാണ് അവരെന്തൊക്കെയോ കരുതി കൂട്ടി വരികയും കോൺസ്റ്റിറ്റ്യൂഷനുകളും കൂടുതൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെക്കാളും കൂടുതലായിട്ട് എന്തൊക്കെയോ സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടിൻ്റെ അനുരണനങ്ങളാണ് കേരളത്തിൻ്റെ പലയിടത്തും നമ്മൾ കാണുന്നത്. നമുക്കറിയാം, നേരത്തെ മിസ്റ്റർ ജോജി പറഞ്ഞ പോലെ ഈ പറയുന്ന കോട്ടയത്തും അതുപോലെ തന്നെ ഈ പറയുന്ന വടക്കൻ മേഖലകളിലും പല സ്ഥലങ്ങളിലും ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ മറ്റൊരു ധ്വനിയാണ് ഇവിടെ ഈ പറയുന്ന സ്ഥലത്തുണ്ടായത്. ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഈ പറയുന്ന അടുത്തടുത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് മാറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇതൊരു വരാൻ പോസിബിലിറ്റി ആയിട്ടുള്ള എന്തോ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു അനുരണനങ്ങൾ അല്ലെങ്കിൽ തുടക്കം എന്നൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റും. അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്കേക്കാളും ഉപരി നിൽക്കേണ്ടി വരുന്നു എന്ന് പലരൊക്കെ പറയുന്ന എന്തൊക്കെയോ ഒരു ചിന്താധാരകളുടെ ഒരു പ്രതിഫലനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മന്ത്രി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക നായകനാണെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അതേ ആൾക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്. അദ്ദേഹം സംരക്ഷിക്കേണ്ടത്
സംരക്ഷിക്കേണ്ടത് ജനങ്ങളുടെ അവകാശത്തെയാണ്. തീർച്ചയായിട്ടും അവകാശം സംരക്ഷിക്കണം. അത് റിലീജിയസ് മൈനോറിറ്റി ആകട്ടെ, മജോറിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂൾ ആയിക്കോട്ടെ, ആരാകട്ടെ. അതല്ലാതെ ഒരു പ്രത്യേക വ്യക്തി താല്പര്യത്തിന് വേണ്ടി മാത്രം മറ്റു നിയമങ്ങളെക്കാൾ ഉപരി ഞാൻ എന്തൊരു മന്ത്രിയാണെന്ന് പറഞ്ഞിരിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. അദ്ദേഹം ലോ പഠിച്ച ഒരു മന്ത്രി തന്നെയാണെന്നാണ് ഞാൻ വായിച്ച് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മന്ത്രിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നിയമവശം അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷികമാണ്. മാത്രമല്ല ആ നിയമത്തിനനുസരിച്ച് മറുപടി പറയുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം. അല്ലാതെ ചില ആൾക്കാരുടെ മാത്രം നിലപാടനുസരിച്ച് മാത്രം ചാടിത്തുള്ളി പാവ കളിക്കാൻ പോകുന്നത് അത് ഒരു മന്ത്രിക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക്, മറ്റു മന്ത്രിമാരെന്തെങ്കിലും ആവട്ടെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമാണ് ഒരു നാടിനെ വളർത്തി വലുതാക്കുന്നത്. അപ്പോൾ അതിനെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം ഒരു മാന്യത ഉണ്ടായാൽ മാത്രമാണ് ഈ പറയുന്ന ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അല്ലെങ്കിൽ നിലപാടുകളും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ ആധാരമാക്കിയിട്ടതാകണം എന്നാണ് കുറച്ചും കൂടിയും എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അത് കറക്റ്റാണ്. 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒന്ന്, നമുക്കറിയാം ഈ പറയുന്ന സ്ഥാപനങ്ങൾ, നമ്മുടെ ക്രിസ്ത്യൻ സ്കൂളുകളായിക്കോട്ടെ, കോളേജുകളായിക്കോട്ടെ, ആതുരാലയങ്ങളായിക്കോട്ടെ, അവിടെ ഇതൊക്കെ ഈ സ്ഥാപനങ്ങളൊക്കെ പലതും ഭൂരിഭാഗവും കഴിഞ്ഞ 10, 25, 30 വർഷമായിട്ട് ഈ സംസ്ഥാനത്തുള്ളതാണ്, ഈ നാട്ടിലുള്ളതാണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു മാക്സിമം പോയി ഒരു 10 വർഷം, ഈ 10 വർഷം മുമ്പ് വരെ നമുക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിൻ്റെ പേരിലുള്ള പ്രക്ഷോഭങ്ങളോ ഒന്നും നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ, ക്രൈസ്തവ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളിലോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതായത് ക്രൈസ്തവ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 10 അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 5 വർഷം, 5 വർഷത്തിനുള്ളിലാണ് ഇത് കൂടുതൽ തീവ്രമായിട്ട് സംഭവിക്കുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള പല പ്രക്ഷോഭങ്ങളുടെയും പിന്നിൽ തീർച്ചയായിട്ടും നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ എലമെൻറ്റ്സ് ഉണ്ട് എന്നത് തന്നെ വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതിന് കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ട്. ആദ്യം ഈ കൂട്ടർ വന്ന് സ്ഥാപനങ്ങളിൽ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു, പിന്നെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നു. പലപ്പോഴും പല പ്രശ്നങ്ങളിലും മാധ്യമങ്ങൾ ഒരു വേട്ടക്കാരുടെ രൂപത്തിൽ നിർത്തുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയാണ്. പിന്നീട് എന്താണ് സത്യമെന്ന് നമ്മളെപ്പോലുള്ള മാധ്യമങ്ങളിലൂടെ ലോകം തിരിച്ചറിയുന്നു. അതിനുശേഷം പിന്നെ ഒരു സമവായം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഭരണതലപ്പത്തുള്ളവർ, മന്ത്രി ഉൾപ്പെടെ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ വരുന്നു. പിന്നീട് അവർ കോമൺ ആയിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് അവർ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അതായത് ഈ വിഷയം വർഗീയ മുതലെടുപ്പിന് ചിലർ ശ്രമിച്ചു എന്നത്. അവിടെ കൃത്യമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തിന് തിരികൊളുത്തിയവരെ, അവരുടെ പേരുകൾ പലപ്പോഴും പലരും ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെ പ്രസ്താവന നടത്തുമ്പോൾ മറന്നു പോകുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ മന്ത്രിമാരായിക്കോട്ടെ, ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ SDP ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ SDP കരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നട്ടലോടെ പറയാൻ എത്ര ജനപ്രതിനിധികൾക്ക്, എത്ര ഭരണതലപ്പത്തുള്ളവർക്ക് സാധിച്ചു എന്നത് ഇവിടെ വളരെ വാസ്തവമേറിയ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ സമവായത്തിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഈ പ്രശ്നമുണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ നാട്ടിൽ വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ മാനേജ്മെൻ്റ് ആണെങ്കിൽ ക്രൈസ്തവ സഭകളാണെന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അത് കൃത്യമായിട്ടുള്ള പാറ്റേണാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ പ്രശ്നവും നിരീക്ഷിച്ച് ചെയ്യുമ്പോൾ ഓരോ വിഷയത്തിലും ഈ കൃത്യമായിട്ടുള്ള പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പലരും ആശങ്ക ഉന്നയിക്കുന്ന കാര്യമുണ്ട്. ക്രൈസ്തവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്നു, ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, ക്രൈസ്തവ യുവജനങ്ങൾ ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു, അപ്പോൾ നമ്മുടെ ഇവിടെ വോയിസ് ഇല്ലാതായി മാറുന്നു. അവർ പറഞ്ഞതിൽ ചില വാസ്തവമൊക്കെ ഉണ്ട്. അതായത് ജനസംഖ്യ കുറയുന്നു, ക്രൈസ്തവ ജനസംഖ്യ കുറയുന്നു എന്നത് വാസ്തവമാണ്. ന്യൂനപക്ഷമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ചിലർ ഉന്നയിക്കുന്ന ഒരു ആശങ്കയുണ്ട്, ഇങ്ങനെ ഒരു അധിനിവേശ ശ്രമങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതിനെ ചെറുക്കാനുള്ള ശക്തി ഉണ്ടോ എന്ന് പലരും ആശങ്ക ഉന്നയിക്കുന്നുണ്ട്. ചെറുക്കാനുള്ള ശക്തി ഉണ്ട് എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് സെൻറ് റീത്ത സ്കൂൾ മാനേജ്മെൻറ്റ് സ്വീകരിച്ച നട്ടലോട് കൂടി ആർജവത്തോടു കൂടി അവർ സ്വീകരിച്ച നിലപാട്. നമ്മൾ എന്തിന് ഭയപ്പെടണം? നമ്മുടെ ഒരു ബലം എന്ന് പറയുന്നത് ആൾബലത്തിലല്ല. നമ്മുടെ ബലം, ക്രൈസ്തവരുടെ ബലം എന്ന് പറയുന്നത് അവരുടെ ക്രിസ്തുവിലാണ്. വെറും 12 ശിഷ്യന്മാരിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു മതമായിട്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതമായിട്ട് ക്രിസ്തു മതം വളർന്നത്. അതുകൊണ്ട് നമ്മുടെ ആൾബലത്തിലേക്കല്ല നോക്കേണ്ടത്, ക്രൈസ്തവർ നോക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ, നീതി നമ്മുടെ ഭാഗത്താണെങ്കിൽ, ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ നമ്മുടെ ഭാഗത്താണെങ്കിൽ എന്ത് വില കൊടുത്തും ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള അധിനിവേശ ശ്രമങ്ങളെ നട്ടലോടെ ആർജവത്തോടു കൂടി ചെറുക്കുവാൻ തീർച്ചയായിട്ടും ക്രൈസ്തവർക്ക് സാധിക്കണം. അതെങ്ങനെ ചെറുക്കണം എന്നത് ഈ സെൻറ് റീത്ത സ്കൂളിലെ മാനേജ്മെൻറ്റ് നമ്മളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചു വന്നു. അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ എണ്ണസംഖ്യ കുറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിഷയങ്ങൾ ക്രൈസ്തവർക്ക് നൽകുന്ന മുന്നറിയിപ്പുകളിൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ്. ക്രൈസ്തവരുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് കൃത്യമായിട്ടും ഇത്തരം അധിനിവേശ ശക്തികൾ ക്രൈസ്തവരെ
നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ വന്ന ചില കമൻസാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്ന ചില കമൻസ് ഇപ്രകാരമാണ്. അതായത് ചില പ്രത്യേക വിഭാഗത്തിൽ പെട്ടവരുടെ ജനസംഖ്യ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ കുട്ടികളുടെ എണ്ണം ക്രൈസ്തവരെക്കാൾ ഒരു 10 ഇരട്ടിയാണ്. അതിനാൽ തന്നെ ഈ പറയുന്ന അവർ ഇല്ലാതെ ഇത്തരം സ്ഥാപനങ്ങൾ നിലനിന്ന് പോകില്ല എന്ന ചില വീരവാദങ്ങൾ ചിലർ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ഈ ജനസംഖ്യ കുറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ആ ഒരു പ്രശ്നത്തെ നോക്കി നമ്മൾ അകാരണമായി ഭയപ്പെടരുത്. ആ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യാമെന്ന് നമ്മൾ നോക്കണം. അകാരണമായി ഭയപ്പെടരുത്. ക്രിസ്തുവിലേക്ക് നോക്കി ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുക. നീതി നമ്മുടെ ഭാഗത്താണെങ്കിൽ, ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ ആത്യന്തികമായിട്ടുള്ള വിജയം, അത് ഏത് മന്ത്രി എതിരെ നിന്നാലും, ഏത് പ്രസ്ഥാനങ്ങൾ എതിരെ നിന്നാലും, ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എതിരെ നിന്നാലും നീതിയും ന്യായവും സത്യവും നമ്മുടെ ഭാഗത്താണെങ്കിൽ ആത്യന്തികമായിട്ടുള്ള വിജയവും നമ്മുടെ ഭാഗത്ത് തന്നെയായിരിക്കും എന്നത് ഈ സെൻറ് റീത്ത സ്കൂളിലെ ആ ഒരു വിഷയം നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നുണ്ട്. അതീവ ജാഗ്രതയോടെ, അതീവ വിവേകത്തോടെ കേരളത്തിലെ ക്രൈസ്തവർ നീങ്ങേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിൽ നടന്ന ഒരു ഹിജാബ് വിവാദം നമുക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ക്രൈസ്തവരെ തകർക്കുവാൻ, കേരളത്തിലെ ക്രൈസ്തവരെ പ്രതിസന്ധിയിലാക്കുവാൻ, അവർക്ക് നേരെ വെല്ലുവിളികൾ ഉയർത്തുവാൻ അധിനിവേശ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്ന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ ക്രൈസ്തവ സമൂഹം, ആ സമൂഹത്തെ എങ്ങനെയാണോ ഇസ്ലാമിക ഭീകരവാദ തീവ്രവാദ ശക്തികൾ ഇല്ലാതാക്കിയത്, അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു മോഡസ് ഓഫ് ഒപ്രാൻഡിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ചില തീവ്ര ഇസ്ലാമിക ശക്തികളുടെ ഭാഗത്തുനിന്നും ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവർക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ജാഗ്രതയോടെ ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിനേക്കാൾ ഒക്കെ ഉപരി ആത്യന്തികമായിട്ട് വേണ്ടത് ഒരു ഒരുമയാണ്, ഐക്യമാണ്. പലപ്പോഴും അതാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിൻ്റെ വലിയൊരു അപജയം എന്ന് പറയുന്നത്. ഒരു കൂട്ടർ ഒരു കാര്യം പറയുന്നു, മറുകൂട്ടർ അതിന് ഘടകവിരുദ്ധമായിട്ട് പലപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അങ്ങനെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നു. ആ കൺഫ്യൂഷൻ പലപ്പോഴും ഇത്തരത്തിലുള്ള അധിനിവേശ ശക്തികൾ മുതലെടുക്കുന്നു. അതിന് ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ ഏകകണ്ഠമായി, ഐക്യത്തോടെ, ഒറ്റക്കെട്ടോടെ, ഒരുമയോടെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി.